That was in the page 81. As ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ നമ്മൾ വളരെ വളരെ സ്ലോയിലാണ് നമ്മൾ പോകുന്നത്. അത് കുറച്ചും കൂടെ ധൃതിയിൽ പോയില്ലെങ്കിൽ എനിക്ക് എല്ലാ സെഷനും എനിക്ക് തീർത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല കേട്ടോ. നമ്മൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, ഹ്യൂമൻ ഡെവലപ്മെന്റ്, യെസ് ദിസ് ഈസ് ഇറ്റ്, എഡ്യൂക്കേഷൻ സെക്ടർ. ഇന്നലെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ തീർത്തത് what is that, the national population policy. Today we are going to start with the new one, that is the education sector. നമുക്കറിയാം നമ്മുടെ education, it contributes the building up of what has to be known as human capital. Human capital നമുക്ക് പറഞ്ഞു, human capital ഉണ്ട്, physical ഉണ്ട്. അത് physical capital human capital കൂടി it is a complementary of physical capital. കാരണം physical capital facilitates economic growth. പക്ഷെ economic growth ഉണ്ടാവുമ്പോൾ it creates conditions for the demand for better education facilities. അപ്പോൾ in a way ഒരു രാജ്യത്തിൽ ആദ്യമായിട്ട് വളർച്ച ഉണ്ടാകണം, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം, ഫിസിക്കൽ ക്യാപിറ്റൽ ഉണ്ടാകണം. ഫിസിക്കൽ ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ അതനുസരിച്ച് രാജ്യത്തിന് വളർച്ച ഉണ്ടാവും. വളർച്ച ഉണ്ടാകുന്ന തോതനുസരിച്ച് രാജ്യത്തിന്റെ വിദ്യാഭ്യാസം, അത് പിന്നെ ജനങ്ങളുടെ വിദ്യാഭ്യാസവും അതനുസരിച്ച് വർദ്ധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ പ്ലീസ്? ഇത് ഒരു ഷോർട്ട് നോട്ട് വരുന്ന ഒരു പോർഷൻ ആണത്. സോ വിൽ ടേക്ക് വാട്ട് ഈസ് ഹ്യൂമൻ ക്യാപിറ്റൽ. വി വിൽ നോട്ട് ഗോ ടു ദ ഡീറ്റെയിൽസ്, കാരണം ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ? ആദ്യം തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഈസ് ദ ബോഡി ഓഫ് നോളജ് പൊസസ്ഡ് ബൈ ദ പോപ്പുലേഷൻ. അറിവ്, ജനങ്ങളുടെ കൈവശമുള്ള അറിവ്, അതിന്റെ കപ്പാസിറ്റി ഓഫ് ദ പോപ്പുലേഷൻ. ഈ അറിവ് ഇഫക്റ്റീവായിട്ട്, വളരെ കാര്യപ്രാപ്തിയായിട്ട്, കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള കഴിവാണ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ. ദെർഫോർ അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? അറിവ്, മറ്റ് ടാലൻസുകൾ, മറ്റ് ഗുണങ്ങൾ, സ്കില്ല്, കഴിവുകൾ, നമ്മളുടെ പരിചയം, നമ്മളുടെ ബുദ്ധി, ട്രെയിനിങ്, ജഡ്ജ്മെന്റ് ആൻഡ് വിസ്ഡം പൊസസ്ഡ് ബൈ ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി, and the cumulative total of which represents a form of wealth available to the nations and organization to accomplish their goal. ഇതാണ് നമ്മളുടെ ഹ്യൂമൻ ക്യാപിറ്റൽ. സോ ഹ്യൂമൻ ക്യാപിറ്റൽ എന്തൊക്കെയാണ്? ആദ്യം തന്നെ പറഞ്ഞത് ഇറ്റ്സ് എ ബോഡി ഓഫ് നോളജ് പൊസസ്ഡ് ബൈ ദ പോപ്പുലേഷൻ. അപ്പോൾ ജനങ്ങളുടെ കൈവശമുള്ള അറിവ്, അതിൻ്റെ ആ ജനങ്ങളുടെ ആ അറിവ് ഉപയോഗിക്കുന്നതായിട്ട് ജനങ്ങളുടെ കഴിവ്, the capacity of the population to use that knowledge effectively for the betterment of their life, for the betterment of the nation, or whatever it is. നേരെ മറിച്ച് ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇത് നമ്മൾ ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് ഡെവലപ്മെന്റും ഡിസ്റ്റിങ്ഷൻ പറഞ്ഞവരെ. ഇക്കണോമിക് ഗ്രോത്ത് മീൻസ് രാജ്യത്തിന് വളർച്ച ഉണ്ടാവും. പക്ഷെ ഇക്കണോമിക് ഡെവലപ്മെന്റ് മീൻസ് ബിസൈഡ്സ് ഇക്കണോമിക് ഗ്രോത്ത്. അതുപോലെ തന്നെ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഈസ് എ ബ്രോഡർ കൺസെപ്റ്റ് വിച്ച് കൺസിഡേഴ്സ് ഹ്യൂമൻ ബീയിങ്സ് ആസ് എൻഡ് ഇൻ ദംസെൽവ്സ്. മീൻസ്, അതായത് മാർഗവും അതുപോലെ തന്നെ ലക്ഷ്യവും ജനങ്ങൾ തന്നെയാണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് occurs when majority of the people in the economy are educated and healthy. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ല. വാട്ട് ഈസ് ഹ്യൂമൻ ഡെവലപ്മെന്റ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് enlarging people's freedoms. ജനങ്ങളുടെ സ്വാതന്ത്ര്യം വർദ്ധിക്കണം, opportunities, thereby improving their overall well-being. So it is defined as a process of enlarging. I must have the freedom to choose what I want to be. ഞാൻ എന്തായിരിക്കണം, ഞാൻ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഇതിനുള്ള നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. To decide who they want to be, what they want to do, and how they should live. ഞാൻ എങ്ങനെ ജീവിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ. Nothing should be ഇൻസ്ട്രക്റ്റഡ് ഓർ ട്രസ്റ്റഡ് അപ്പോൺ ദ ഇൻഡിവിജ്വൽസ്. ജനങ്ങളുടെ കയ്യിൽ അത് ഇടിച്ചേൽപ്പിക്കരുത്, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കരുത്. ഇറ്റ് ഷുഡ് കം സ്പോണ്ടേനിയസ്ലി. ജനങ്ങൾക്ക് എടുക്കാൻ തീരുമാനം അവർ തന്നെ എടുക്കണം. വാട്ട് ദേ വാണ്ട് ടു ബി, വാട്ട് ദേ വാണ്ട് ടു ഡു, ആൻഡ് വാട്ട് ദേ ഷുഡ് ലീവ്. ഇതാണ്. സോ ഹ്യൂമൻ ഡെവലപ്മെന്റ് is defined as the process of enlarging the people's freedom and opportunities, thereby improving their overall well-being. And human development is about the real freedom of the ordinary people of that. So what is economic and human capital, and what is human development? We have seen that. Then education sector in India, നമുക്കറിയാം broader sense. Education sector, നമുക്കറിയാം the role of education. നമ്മുടെ ഒരു മനുഷ്യന്റെ, ഒരു രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അത്യാവശ്യമാണ് നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കാരണം എന്താണ്?
it opens up a lot of opportunities. വിദ്യാസമ്പന്നരായിട്ടുള്ള ജനങ്ങൾ കൂടുതലുള്ളപ്പോൾ ഇത് opens up a lot of opportunities leading to the enhancement of individual and growth. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും താല്പര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നു. Therefore, empowering people, ശാക്തീകരണം, ജനങ്ങളുടെ ശാക്തീകരണം and skills and knowledge, giving them access to productive employment opportunities. ഇംപ്രൂവ്മെന്റ് എഡ്യൂക്കേഷൻ നമ്മളുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് എലിമെന്ററി എഡ്യൂക്കേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. എലിമെന്ററി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് ഫൈനൽ വി ഹാവ് ഗോട്ട് ദ ഹയർ എഡ്യൂക്കേഷൻ. 1 തൊട്ട് 8ാം ക്ലാസ് വരെയാണ് ഇന്ത്യയിൽ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പ്രൈമറി എഡ്യൂക്കേഷനും ദെൻ 4 to 8 ലെവൽസ് എന്താണ് അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്. പിന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ നമ്മൾ പറയുന്നത് എന്താണ് 8 തൊട്ട് എന്താണ് വാട്ട് ഈസ് ഇറ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. It is the foundation of education system and it has been emphasized in our all the programs. നമുക്കറിയാം ബേസ് ആണ് ഒരു എലിമെന്ററി എഡ്യൂക്കേഷൻ. നമ്മൾ ലേറ്റർ ഓൺ പറയും ഗവൺമെന്റിന് എത്ര പൈസ ഇല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ജനങ്ങളെ കൊണ്ട് തന്നെ വേറെ ഏൽപ്പിച്ചാലും കുഴപ്പമില്ല. വേൾഡ് ബാങ്കിന്റെ IMF ഒക്കെ കണക്കനുസരിച്ച് ഹയർ എഡ്യൂക്കേഷന് സബ്സിഡി കൊടുക്കണ്ട. കാരണം കൂടുതൽ ആളുകൾ ഹയർ എഡ്യൂക്കേഷന് പോകുന്നത് സാമ്പത്തികമായിട്ട് മെച്ചം നിൽക്കുന്ന ആളുകളാണ്. ഈ സബ്സിഡീസ് വിൽ ബി എൻജോയ്ഡ് മോർ ബൈ ദ റിച്ച് ദാൻ ദ പുവർ. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ദോസ് ഹു ആർ ഏബിൾ ടു പേ കോഴ്സ് അനുസരിച്ച് അതനുസരിച്ച് ഫീസ് കൂട്ടുക. മനസ്സിലാവും? അവരെ കൊണ്ട് തന്നെ വൈപ്പിക്കുക, അല്ലെങ്കിൽ എംപ്ലോയീസിന് ടാക്സ് മേടിക്കുക. കാരണം എന്താണ്, അവർക്ക് ഒരു ഇതുമില്ലാതെ, മനസ്സിലായ, മുൻകാലങ്ങളിൽ പറയാറുണ്ട് ഇന്ത്യയിലുള്ള IIMs ആൻഡ് IITs ഇതെല്ലാം റിക്രൂട്ടിംഗ് ഗ്രൗണ്ട് ആണ്. വിദേശ സ്ഥാപനങ്ങൾക്ക് ജോലിക്ക് റിക്രൂട്ട് ചെയ്യുന്ന മേഖലകളാണ് ഈ IIMs ആൻഡ് കാരണം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദർ ഗ്രാജുവേഷൻ they go to other countries. കാരണം എന്താണ്, they are offered better salaries and stakes. അപ്പോൾ 1900 ഈ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷന്റെ പ്രാധാന്യം സർവശിക്ഷ അഭയൻ അതോടുകൂടി 1999 കൊണ്ടുവന്നതാണ്. 5 പ്രിൻസിപ്പിൾസ് എന്താണ്? യൂണിവേഴ്സൽ ആക്സസ്, എല്ലാവർക്കും സാർവത്രിക വിദ്യാഭ്യാസം. യൂണിവേഴ്സൽ എൻറോൾമെന്റ്, എല്ലാവരെയും സാർവത്രികമായിട്ടുള്ള എൻറോൾമെന്റ് മീൻസ് സ്കൂളുകളിൽ ചേർക്കുക. യൂണിവേഴ്സൽ റിട്ടൻഷൻ, മനസ്സിലായോ? കുട്ടികളെ സ്കൂളുകളിൽ ചേർക്കുന്ന കണക്ക് മാത്രമേ വരുന്നുള്ളൂ. എത്ര കുട്ടികൾ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ വർഷത്തിലും ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന കണക്ക് നമുക്ക് കാര്യമായിട്ടില്ല. ദെൻ യൂണിവേഴ്സൽ അച്ചീവ്മെന്റ് ആൻഡ് എന്താണ് 5ാമത്തേതാണ് യൂണിവേഴ്സൽ അച്ചീവ്മെന്റ് ആൻഡ് 5ാമത്തേത് ഈക്വിറ്റി മീൻസ് സമത്വം. നമുക്കറിയാം ഇതെല്ലാം പറഞ്ഞാൽ ഇന്ത്യയിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അപ് ടു ദി ഏജ് ഓഫ് 14 ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ്. അത് കാരണം പ്രൈമറി സ്കൂൾസും അതുപോലെ തന്നെ അപ്പർ പ്രൈമറി സ്കൂൾസ് ഇൻ ഇന്ത്യ ഹാസ് ബീൻ 6 times ഓവർ ദ പീരിയഡ് ഓഫ് 6 times ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത് 51-55. സെക്കൻഡറി എഡ്യൂക്കേഷൻ കവർ ചെയ്യുന്നത് ഏതാണ്? 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ +2 സ്കൂളുകൾ അല്ലെങ്കിൽ പിന്നെ ഹൈസ്കൂളുകളിലൊക്കെ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് +2 വരെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് +2 കോളേജിന്റെ ഭാഗമാണ്. 2+3+2 ആണ്. മനസ്സിലായോ? അതായത് 2 വർഷം പ്രീ ഡിഗ്രി, അത് +2, 3 വർഷം ഡിഗ്രി, അതിനുശേഷം 2 വർഷം PG. അപ്പൊ 2+3+2 ആണ്. അങ്ങനെയാണ്. ഇപ്പൊ ഈ പ്രീ ഡിഗ്രി ഹാസ് ബിക്കം പാർട്ട് ഓഫ് ദി ഹയർ സെക്കൻഡറി സിസ്റ്റം. ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി 11th and 12th ക്ലാസ്. നമുക്കറിയാം till now secondary education has been improving and reducing disparities, emphasizing on the common schooling system. നമുക്കറിയാം വിദ്യാഭ്യാസ കാര്യത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു പുരോഗതി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. സാക്ഷരതാ കാര്യത്തിൽ കൂടുതലുണ്ടായിട്ടുണ്ട്. Then expansion and verification of the open learning system. അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് IGNOU is a distance learning system. IGNOU is a distance learning programs ആണ് IGNOU കണ്ടക്ട് ചെയ്യുന്നത്. റെഗുലർ ക്ലാസ്സസ് അല്ല കണ്ടക്ട്, ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാംസ് ആണ് ഇന്ത്യക്ക് IGNOU കണ്ടക്ട്. അപ്പോൾ എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഓപ്പൺ ലേണിംഗ് സിസ്റ്റം, ദാറ്റ് ഈസ് വൺ തിങ്. ദെൻ റീഓർഗനൈസേഷൻ ഓഫ് ടീച്ചർ ട്രെയിനിങ്, ടീച്ചേഴ്സിനൊക്കെ
വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് രാജ്യത്തിന്റെ വളർച്ചയുടെ വ്യത്യാസം അനുസരിച്ച്, ടെക്നോളജിയുടെ വളർച്ച അനുസരിച്ച് ടീച്ചേഴ്സിനെ അപ്ഡേറ്റ് ആക്കുക, ടീച്ചേഴ്സിന് കാര്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. Therefore, they have ഇതെല്ലാം these objectives till now have however been achieved only partly. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷനും പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് കാര്യമായിട്ടുള്ള വളർച്ച നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, എൻറോൾമെന്റിന്റെ കാര്യം. Then comes higher education. നമുക്കറിയാം കോളേജ് ലെവലിലാണ് നമ്മൾ പറയുന്നത് 1950-കളിലും 60-കളിലും നമ്മൾ വലിയ സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ ഇട്ട് ഇന്ത്യ has given India a strong knowledge base in many fields, contributing significantly to the economic development, social progress, and strengthening the political democracy of independent India. Okay, 1950-കളിലും 60-കളിലും ഇന്ത്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തതിന്റെ ഫലം കൊണ്ടാണ് now they have in many fields is contributing significantly to നമ്മുടെ സാമ്പത്തിക പുരോഗതിക്ക്, സാമൂഹിക പുരോഗതിക്കും, പൊളിറ്റിക്കൽ ഡെമോക്രസി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ്. ഓക്കെ, ഡിസ്പൈറ്റ് പക്ഷേ ഈ വർധനമുണ്ടായിട്ടുണ്ടെങ്കിലും the system is under stress to supply the required number of skilled human power. പക്ഷെ ഇപ്പോഴും നമുക്ക് കാലോചിതമായിട്ടുള്ള അല്ലെങ്കിൽ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള നമുക്കൊരു സ്കിൽഡ് എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു സ്കിൽഡ് ഹ്യൂമൻസ് പവർ എക്വിപ്ഡ് വിത്ത് റിക്വയർഡ് നോളജ് ആൻഡ് ടെക്നിക്കൽ സ്കിൽ ഹെൽപ്ഫുൾ ഇൻ കേറ്ററിംഗ് ദ ഡിമാൻഡ്സ് ഓഫ് ദ ഇക്കോണമി. However, the expansion that has occurred, the system is under stress. നമുക്ക് ആവശ്യത്തിന് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് സപ്ലൈ ചെയ്യാണ്ട് സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്യൂ ടു ദ ഷോർട്ടേജ് ഓഫ് ഹൈ ക്വാളിറ്റി ടെക്നിക്കൽ മാൻ പവർ. നമുക്കറിയാം ഡെവലപ്ഡ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഡെമോഗ്രാഫിക്, ഈ ഒരു കാര്യം ഞാൻ മറക്കരുത്, മനസ്സിലായോ? ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ട്രാൻസിഷനിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണ് എന്താണ്? ഇന്ന് ഇന്ത്യയിൽ 70% ഓഫ് ദ പോപ്പുലേഷൻ ആർ ബിലോ ദ ഏജ് ഓഫ് 35. എന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇക്കണോമിക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇത് പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പോവും. പക്ഷെ ജനങ്ങൾ ഇത് നമ്മൾക്ക് മുതലെടുക്കണം, ആവശ്യത്തിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇതെല്ലാം വെളിയിലോട്ട് പോകും. കണ്ടോ, ഇപ്പൊ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ, +2 10ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ പിള്ളേർക്ക് എവിടെ പോകണം? കാനഡയിൽ പോകണം, അല്ലെങ്കിൽ UK പോകണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോകണം, അല്ലെങ്കിൽ ജർമ്മനി പോകണം. പക്ഷെ ചില രാജ്യങ്ങളിലൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട്, കാരണം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം, മനസ്സിലായോ? ഇപ്പൊ റഷാണ്. വൈ പീപ്പിൾ ആർ ആക്ച്വലി മൈഗ്രേറ്റിംഗ് ഫോർ എഡ്യൂക്കേഷൻ, ബെറ്റർ എഡ്യൂക്കേഷൻ. പക്ഷേ അവിടെ പോയി എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ വലിയ പൈസ മുടക്കിയത് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കുന്നില്ല. അത് മനസ്സിലിരിക്കുന്നത് നല്ലതായിരിക്കും. എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ആൻഡ് ഔട്ട്കംസ്, എഡ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ആൻഡ് ഔട്ട്കംസ് പറഞ്ഞ കാര്യം പിന്നെയും പറയാനാണ്. നമ്മളുടെ 14 വയസ്സ് വരെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ ഹാസ് ബിക്കം എ ഫണ്ടമെന്റൽ റൈറ്റ്. നമ്മൾ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ഹാസ് ഇംപ്രൂവ്ഡ് സബ്സ്റ്റാൻഷ്യലി, ബട്ട് ദ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ബേസിക് ആസ്പെക്ട്സ് ഓഫ് ഇത് ശ്രദ്ധിച്ചോളണം കേട്ടോ. നമ്മുടെ എൻറോൾമെന്റ് ഇൻ സ്കൂൾസ് ഹാവ് ഇംപ്രൂവ്ഡ് സബ്സ്റ്റാൻഷ്യലി. സ്കൂളുകളിൽ പക്ഷേ the number of children who are able to read, write and do arithmetic, ഇതാണ് ഒരു കുട്ടിയുടെ IQ മെഷർ ചെയ്യുന്നത്. നല്ലോണം വായിക്കുക, നല്ലോണം റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക ആൻഡ് ഡു അരിത്മെറ്റിക്. ഈ കാര്യങ്ങളിൽ they have remained വളരെ ലോ ആണ്. മനസ്സിലായോ? വിദ്യാഭ്യാസ എൻറോൾമെന്റ് ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ the percentage of people, the children who are able to read well, write well and do arithmetic, it is very low. കാരണങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന് ദാരിദ്ര്യം, മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല, എൻറോൾമെന്റ് കൂടുതലായിരിക്കും. 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർക്കാനായിട്ട് എല്ലാവരും പോകും. പക്ഷെ 2ാം ക്ലാസ് കൊണ്ട് ചിലപ്പോൾ സ്കൂളിൽ പോയിന്നിരിക്കില്ല. കാരണം എന്താണ്? പോവർട്ടി. ഞാൻ പറഞ്ഞു എവറി അഡീഷണൽ മെമ്പർ ഈസ് വെൽക്കംഡ് ആസ് ആൻ അഡീഷണൽ ഏർണിംഗ് മെമ്പർ ഇൻ പുവർ റൂറൽ സൊസൈറ്റീസ്. പ്രസൻസ് ഓഫ് വൈഡ് ചൈൽഡ് ലേബർ മാർക്കറ്റ് ഇഷ്ടംപോലെ ഉണ്ട്. ചൈൽഡ് ലേബർ മാർക്കറ്റ് എല്ലാം നിരോധിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ക്വാറിയിലൊക്കെ ഇപ്പോഴും ഇഷ്ടം പോലെ ചൈൽഡ് ലേബർ ഉണ്ട്. ദെൻ അഷ്യൂർഡ് എംപ്ലോയ്മെന്റ്,
കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം വിദ്യാഭ്യാസം കഴിഞ്ഞ് ലെറ്റസ് ടേക്ക് ദ കേസ് ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ. ഒരു സാധാരണ ഒരു കോളേജിൽ നിന്ന് ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്? ഇന്ന് ഏറ്റവും കൂടുതൽ റഷ് ബികോമിനാണ്. ഏത് യൂണിവേഴ്സിറ്റി ചെന്നാലും ബികോം. പക്ഷെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിലബസ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ടാലിയോ മറ്റേ കമ്പ്യൂട്ടർ കോഴ്സിന് എന്തെങ്കിലും പോയാൽ മാത്രമേ ഓഫീസേഴ്സ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, വർക്ക് പ്ലേസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ. കാരണം പ്യുവർലി അക്കാഡമിക് ആണ്. ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ വളരെ കുറവാണ്. അത് നിങ്ങളുടെ കുഴപ്പമില്ല, ഇത് അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നിങ്ങൾ എടുത്തേച്ചാൽ മതി. ദ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോബ്ലംസ് പ്ലേഗിങ് ദ എലിമെന്ററി എഡ്യൂക്കേഷൻ. പലപ്പോഴും സ്കൂൾസ് ഒക്കെ ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ ആണ്. എല്ലാവർക്കും ഇപ്പം മനസ്സിലായോ? എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പം കമ്പൽസറി ആയിട്ട് വാൻ വേണം, അല്ലെങ്കിൽ ബസ് വേണം. ഇതൊക്കെ കൊടുക്കണമെങ്കിൽ ജോർജ് കുട്ടി കൂടുതൽ കൊടുക്കണം, കാശ് കൊടുക്കണം. എല്ലാവരെ കൊണ്ടും സാധിക്കില്ല. മനസ്സിലായോ? സ്കൂളുകളിലൊക്കെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൂരെ സ്കൂളുകളൊക്കെ പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിലൊക്കെ കയറി പോകാൻ കൊച്ചു കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും അത് കാരണം മിഡ് വേ പഠിത്തം ചിലപ്പോൾ നിർത്തേണ്ടി വന്നിട്ടുണ്ട്. ലിറ്ററസി റേറ്റ് നമ്മൾ ബേസിക് disparity in education. Literacy rate is regarded one of the basic indicators to reveal disparity in education. അതുകൊണ്ടാണ് നമ്മൾ പല ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ ലിറ്ററസി റേറ്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഡിസ്പാരിറ്റി വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇതെല്ലാം നമുക്ക് ഡിസ്പാരിറ്റി. ബീഹാർ ഹാസ് റിമെയിൻഡ് അറ്റ് ദ ബോട്ടം. 61% ലിറ്ററസിയിൽ നമുക്കറിയാം. കേരള ഈസ് വൺ ഓഫ് ദ ടോപ്പ് സ്റ്റേറ്റ്സ്, ടോപ്പ് മോസ്റ്റ് ഇൻ ഇന്ത്യ. റൂറൽ ഇന്ത്യയിലൊക്കെ സ്റ്റേറ്റ് വൈസ് അറ്റൈൻമെന്റ് കേരള 94% ആണ്. Now it is we are almost reached 100%. Mizoram has ranked at the top of all literacy. Bihar at the bottom. അങ്ങനെ ലിറ്ററസി റേറ്റിലും കുറവാണ്. സംസ്ഥാന വൈസിൽ ലിറ്ററസി റേറ്റിൽ നമുക്ക് ഡിസ്പാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ വ്യത്യാസമുണ്ട്. ഇനി ജെൻഡർ, അതായത് ഇവിടെ നമ്മൾ വരുന്നത് ജെൻഡർ ബേസ്ഡ് പെർഫോമൻസ് ഇൻ എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് ഗ്രോസ് എൻറോൾമെന്റ്. ഇതിനകത്ത് ജെൻഡർ ബേസ്ഡ് എഡ്യൂക്കേഷനിൽ ഇതിനകത്ത് 2, അതുപോലെ തന്നെ 3 പോയിന്റുകളാണ് നമ്മൾക്ക് പ്രധാനമായിട്ട് ഇത് ചെയ്യാനുള്ളത്. ഒന്ന്, there are 2 indicators which reveal gender based performance in education, that is gross enrollment ratio and gender parity index. Gender parity index means മനസ്സിലായി, നമുക്കറിയാമല്ലോ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് വിടാനായിട്ട് പല സ്റ്റേറ്റുകളിലും, കേരളത്തിൽ അങ്ങനെയല്ല. മനസ്സിലായോ? Whether it is a girl or a boy, it is being accepted with both hands by the parents in Kerala. There is no discrimination as such. പക്ഷെ മറ്റു പല സ്റ്റേറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞു ധാരാളം ഡിസ്ക്രിമിനേഷൻ ഗേൾസിനെതിരായിട്ടുണ്ട്. ദേ ആർ നോട്ട് ഈവൻ സെൻഡ് ടു സ്കൂൾസ്. അല്ല, കൂടി വന്ന പ്രൈമറി ക്ലാസ്സിൽ പോകും. പക്ഷേ തിങ്സ് ആർ ആക്ച്വലി ചേഞ്ചിങ് ബിക്കോസ് ഓഫ് ദ എഡ്യൂക്കേഷൻ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നല്ല അമ്മമാർക്ക് കിട്ടിയിരിക്കുന്ന വിദ്യാഭ്യാസ, ലേഡീസിന് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം, ഇതൊക്കെ കൊണ്ട് ഇതിനകത്തെല്ലാം കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് നെറ്റ് now what is it? Gross enrollment rate. It is defined as the level of education. For instance, for primary education, the GR is defined as the percentage of actual enrollment to the total eligible official primary school age population in a year. So എന്താണ് the gross enrollment rate means ഒരു വർഷത്തിൽ ഫോർ എക്സാമ്പിൾ എന്തുമാത്രം കുട്ടികളെയാണ് യഥാർത്ഥത്തിൽ എൻറോൾ ചെയ്യിപ്പിക്കുന്നത്. It is the ratio of GR, that gross enrollment ratio is greater than or equal to 1. That is 100%, indicates that in principle a state or a country is able to accommodate all its school age population. That is all with regard to this. ഇതെല്ലാം നമ്മൾ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം വായിച്ചെടുക്കുക. ഇനി അടുത്തത് ക്വാളിറ്റി. A nationwide survey of children's reading. ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? The quality of the education. നമ്മൾ ധാരാളം എണ്ണത്തിൽ പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കാര്യമായിട്ട് വളർന്നു വന്നിട്ടുണ്ടെങ്കിലും, മനസ്സിലായോ, the quality of the children. A national survey of children's reading and writing and arithmetic capabilities in rural India is conducted every year by the NGO പ്രധാം, അല്ലേ? അപ്പൊ അവര് പറയുന്നത് ഓക്കെ,
മൂന്ന് കാര്യം. These the recognition of randomly chosen numbers from 1 to 9. Okay, എന്താണ് ഞാൻ പറയുന്നത്? There are 4 basic tests of increasing difficulty to gauge the arithmetic competence, and students are asked to perform each only after clearing the lower level. എന്താണ് recognition? ആദ്യം തന്നെ chosen numbers from 1 to 10. രണ്ടാമത് recognition randomly chosen numbers between 11 and 99. Subtraction of 2-digit numerical problems with borrowing, division of 3-digit by 1-digit numerical problems. ഇതെല്ലാം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായോ? വളരെ ദ സർവേ റിസൾട്ട്സ് 2020 37% കുട്ടികൾക്ക് മാത്രമേ ക്ലാസ് 3 റെക്കഗ്നൈസ് നമ്പേഴ്സ് ഫ്രം അപ് ടു 100. അപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. 100 വരെയുള്ള നമ്പർ അവർക്ക് 3 ക്ലാസ് അല്ല, ക്ലാസ് 3 ഉള്ള കുട്ടികൾ ക്ലാസ് 3 വരെയുള്ള കുട്ടികൾക്ക് 100 വരെയുള്ള നമ്പർ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലത്തെ അല്ല, furthermore 27% of the students could reach the next level, that is subtraction അറിയാൻ പാടില്ല, മൾട്ടിപ്ലിക്കേഷൻ അറിയാൻ പാടില്ല. അപ്പോൾ ദ ക്വാളിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്, മനസ്സിലായി, എൻറോൾമെന്റ് കൂടുതൽ. ഇവിടെ പറഞ്ഞു വന്ന ഇതാണ്, എൻറോൾമെന്റ് കൂടുതലാണെങ്കിലും കുട്ടികളെ ക്ലാസ്സിൽ ചേർക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ച് വരുന്ന കുട്ടികൾ മാതാപിതാക്കന്മാർ കൂടുതലുണ്ടെങ്കിലും അപ്പോൾ എൻറോൾമെന്റ് കൂടും. പക്ഷേ ദ ക്വാളിറ്റി 3ാം ക്ലാസ് വരെയുള്ള IQ IQ എന്നാ പറഞ്ഞത്, ഈ IQ ടെസ്റ്റ് ചെയ്തിട്ട് കുട്ടികളുടെ ആ ക്വാളിറ്റി വളരെ ഗണ്യമായിട്ട് കുറവാണ്. സോ quality of higher education has also been a major concerns. ഹയർ എഡ്യൂക്കേഷൻ മനസ്സിലായോ? പ്യുവർ ഡിഗ്രി ഇപ്പോഴും ഞാനും നിങ്ങളൊക്കെ പഠിക്കുന്നത് ഒരേ സാധനം തന്നെ പഠിപ്പിച്ച കാര്യം. എന്തുമാത്രം കാര്യങ്ങൾ ഈ ലോകത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊന്നും അവർ അക്കാഡമിക്സിൽ അവർ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. മനസ്സിലായോ? നിലവിലുള്ള കാര്യങ്ങൾ വളച്ചൊടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്തോ മനുഷ്യന് പിന്നെ ഭരണകർത്താക്കൾക്ക് മനസ്സിൽ എന്തോ അവരുടെ ഉദ്ദേശമുണ്ട്. എന്താണെന്ന് എനിക്കറിയാം. അല്ലേ, ഇപ്പോഴും ബികോമിലൊക്കെ കമ്പ്യൂട്ടറിന്റെ പല കാര്യം, ഒരു ടാലി പോലും ഇപ്പോഴും എനിക്കറിയാൻ പാടില്ല. ഞാനിപ്പോൾ അത് അവിടുന്ന് അക്കാഡമിക്സിൽ ഞാൻ പോയിട്ട് ഇപ്പോഴത്തെ പുതിയ ബികോമിന്റെ ഇത് എനിക്കറിയാൻ പാടില്ല. ഒരു ടാലി പോലും അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. ടാലി അറിയാൻ പാലത്തെ ഒരു കുട്ടി എത്ര ബികോം പഠിച്ചിട്ടുണ്ടെങ്കിൽ ടാലി അറിയാൻ പാലത്തെ ഒരു കുട്ടിക്ക് ഒരു ഓഫീസിൽ പോലും ജോലി കിട്ടില്ല. അപ്പൊ പിന്നെ എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കൂടുതലായിട്ട് തുടങ്ങും. സോ ദാറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദെയർ ഗ്രാജുവേഷൻ ദേ ക്യാൻ സ്ട്രേറ്റ് അവേ ബീങ് അബ്സോർബ്ഡ് ഇൻ അതർ ഏരിയാസ് ഓഫ് പ്രൊഡക്ഷൻ. സർവീസ് സെക്ടറിലേക്ക് അവർക്ക് പിന്നെ ഇത് ചെയ്യാൻ ചെയ്യാം. അപ്പോൾ ക്വാളിറ്റി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ അതും ഒരു മേജർ കൺസേൺ ആണ്. അപ്പോൾ ഈ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റീഡിസൈനിങ് അക്കാഡമിക് പ്രോഗ്രാംസ് to synchronize with the market demands. മാർക്കറ്റിന് എന്ത് വേണം മനസ്സിലായോ? ഒരു പ്രൊഡ്യൂസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദകര് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളല്ല, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഉൽപ്പാദിപ്പിക്കണം. എന്നാൽ മാത്രമേ അവർ സക്സസ് ആവുള്ളൂ. അപ്പൊ മാർക്കറ്റിന് ആവശ്യമായിട്ടല്ല, മാർക്കറ്റ് ഡിമാൻഡ്സ് ലേയിങ് ഗ്രേറ്റർ എംഫസൈസസ് ഓൺ ഇന്ററാക്റ്റീവ് മോഡ്സ് ഓഫ് ലേണിംഗ്. അതുപോലെ മഗപ്പ് ചെയ്യാതെ ബൈഹാർട്ട് പഠിക്കുക, ഇന്ററാക്റ്റീവ് സെഷൻസ്, കൂടുതൽ സെമിനാറുകൾ വെക്കുക. മനസ്സിലായോ? കൂടുതൽ ചെറിയ പിന്നെ അസൈൻമെന്റ്സ്, പ്രൊജക്റ്റുകൾ, ചെറിയ പ്രൊജക്റ്റുകൾ കൊടുക്കുക. ദി സ്റ്റുഡൻസ് വിൽ ബി ഫോഴ്സ് ടു റീഡ്. അവരുടെ ജ്ഞാനം ഗണ്യമായിട്ട് വർദ്ധിക്കും. അതുപോലെ തന്നെ 3 ചേഞ്ചസ് ഇൻ ദ അസസ്മെന്റ് പ്രോസസ് ആൻഡ് എക്സാമിനേഷൻസ്. നേരത്തെ ഇയർലി ആയിരുന്നു, ഇൻട്രഡക്ഷൻ ഓഫ് സെമിസ്റ്റർ സിസ്റ്റം. ഇൻ എ വേ എനിക്ക് അതിനോട് വലിയ താല്പര്യമുണ്ട്, സെമിസ്റ്റർ സിസ്റ്റം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ കഴിഞ്ഞ് 3 മാസം കഷ്ടിച്ച് ക്ലാസ് എടുക്കും. ഈ സാറുമാർ തന്നെ പോയി വാല്യുവേഷൻ പോയി തിരിച്ചു വരുമ്പോൾ 1 മാസം കഴിയും, 2 മാസം കഴിയുമ്പോൾ വീണ്ടും പരീക്ഷ. മനസ്സിലായോ? എന്താണ്? എവറിത്തിങ് ഇൻ ദ റിസൾട്ട് ഈസ് ബീങ് ഡിലേഡ്. ഇഷ്ടം പോലെ ഡിലേ ചെയ്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇൻഡെപ്ത് നോളജ് കുറഞ്ഞു പോവുകയും ചെയ്യും. അക്കാഡമിക്സിൽ കൂടുതലായിട്ട് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ടീച്ചേഴ്സ് അസസ്മെന്റ് വളരെ മസ്റ്റാണ്. ഓരോ ടേമിനും ടീച്ചേഴ്സിനെ കുറിച്ച് അസസ്മെന്റ് എടുക്കണം. ഹൗ ദേ ആർ പെർഫോമിങ്. ഇഫ് ദ ടീച്ചേഴ്സ് ആർ നോട്ട് പെർഫോമിങ് അപ് ടു ദ മാർക്ക്, മാനേജ്മെന്റ് അതോറിറ്റീസ് അവരെ വിളിച്ച് അത് ബോധ്യപ്പെടുത്തണം. അവരെ ഫാക്കൽറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, ടീച്ചേഴ്സ് ഗ്രേഡിംഗ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാക്കുകൾ വരുന്നുണ്ട് കോളേജുകളിൽ. മനസ്സിലായോ? ഗ്രേഡിംഗ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ ക്രെഡിറ്റ് സിസ്റ്റം ടു അഫോർഡ് ഇന്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ മൊബിലിറ്റി, ക്രെഡിറ്റ് സിസ്റ്റം.
വേണമെങ്കിൽ ഫസ്റ്റ് ഇയർ ഈ ഒരു സ്ഥാപനത്തിൽ പഠിക്കുക, സെക്കൻഡ് ഇയറിൽ വേറെ സ്ഥാപനത്തിൽ പഠിക്കുക, തേർഡ് ഇയർ വേറെ സ്ഥാപനത്തിൽ പഠിക്കുക. അതിനു വേണ്ടിയിട്ടാണ് അവർ ക്രെഡിറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ നാഷണൽ പോളിസി ഓഫ് ഇതൊക്കെ NAC. Out of 3,674 colleges assessed by NAC, National Assessment and Accreditation Center, the NAC only 24.4% of the colleges have been awarded A grade. The education system suffers from what has been called diploma disease. That is, it does not aim at conveying knowledge and skills, but is more concerned with the certification and the credentialing. Okay, whatever it is. Credentialing. What is it? So, certification. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നതല്ല, മനസ്സിലായോ? സ്ഥാപനങ്ങൾക്ക് വലിയ പേര് കൊടുക്കുക. ഇനിയിപ്പോ പല കോളേജസിലും ഇത് ചെയ്യാൻ പോണേ. അപ്പൊ അക്രഡിറ്റഡ് ബൈ NAC വിത്ത് A++. ദാറ്റ് മീൻസ് അവിടെ ധാരാളം കഴിവുകളുണ്ട്, ധാരാളം ഫെസിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. ഏത് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് നോക്കിക്കോ, അക്രഡിറ്റഡ് ബൈ NAC വിത്ത് A++ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ. അപ്പൊ സർട്ടിഫിക്കേഷൻ കിട്ടുക, സ്ഥാപനത്തിന് സർട്ടിഫിക്കേഷൻ കിട്ടുക, അതനുസരിച്ച് ഗുഡ് അഡ്മിഷൻസ് കിട്ടുക, ലാഭം അതനുസരിച്ച് ചെയ്യുകയും ചെയ്യാം. ദെൻ ഫൈനാൻസിങ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതിനകത്ത് ഫൈനാൻസിങ് ഓഫ് എഡ്യൂക്കേഷനിൽ നമ്മൾ പറയാം, മനസ്സിലായോ? എഡ്യൂക്കേഷൻ, the financing in particular, the mode of financing higher education is crucial for addressing all major objectives envisaged in higher education. അപ്പോൾ എക്സ്പാൻഷൻ, ഇൻക്ലൂഷൻ, എക്സലൻസ് ഇതെല്ലാം അപ്പോൾ പബ്ലിക് ഫൈനാൻസിങ് ഹാസ് റിമെയിൻ ദ ഡോമിനന്റ് സോഴ്സ്. നമുക്കറിയാം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പബ്ലിക്കാണ് കൂടുതലായിട്ട് ഫൈനാൻസ് നടത്തുന്നത് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ഫേസ്ഡ് ബോത്ത് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ആൻഡ് വൈഡനിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സ്റ്റാഗ്നന്റ് റവന്യൂ ആൻഡ് ദ ബർജനിങ് കോസ്റ്റ് ഹാവ് കമ്പൽഡ് ദ പബ്ലിക്കലി ഫൈൻഡ് യൂണിവേഴ്സിറ്റീസ് ടു ലുക്ക് ഫോർ അഡീഷണൽ ലൈൻ. ഇത്രയും നാള് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റാണ് ഈ കോളേജസുകൾക്ക് യഥാർത്ഥത്തിൽ ഫണ്ട് ചെയ്തിരിക്കുന്നത്, പബ്ലിക് ഫണ്ടാണ്. പക്ഷേ ഈ ഹയർ എഡ്യൂക്കേഷന്റെ ആവശ്യകത ഗണ്യമായിട്ട് വർദ്ധിച്ചപ്പോൾ ഗവൺമെന്റ് തന്നെ ഇപ്പോൾ രണ്ടാമത് ഒരു പുനർചിന്ത എടുത്തിരിക്കുന്നത്. വൈ കാണ്ട് വി തിങ്ക് ഓഫ് ഹാവിങ് എ ഓൾട്ടർനേറ്റീവ് സോഴ്സസ്? കാരണം എല്ലാ ബേർഡനും ഗവൺമെന്റിന് തലയിൽ വെക്കാതെ, എഡ്യൂക്കേഷൻ തലയിൽ വെക്കാതെ എന്തുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല? അങ്ങനെയാണ് ഹയർ എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ LKG UKG തൊട്ട് ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. ചില മേഖലകളിൽ PPP, ദാറ്റ് ഈസ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ യഥാർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ റോൾ ഓഫ് സ്റ്റേറ്റ് വേഴ്സസ് മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റ് ഫണ്ടിങ് മീൻസ് നമ്മൾ പറഞ്ഞു 1990 അടിസ്ഥാനത്തിൽ ലോക ബാങ്കുകളുടെയും അതുപോലെ തന്നെ IMF-ന്റെ വേൾഡ് ബാങ്കിന്റെയൊക്കെ ഇതനുസരിച്ച് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ സോഷ്യൽ സെക്ടേഴ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം? they should curtail means കുറക്കണം. കാരണം ഹയർ എഡ്യൂക്കേഷനിൽ പോകുന്നത് വെൽ ടു ഡു ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നുള്ള കുട്ടികളാണ്, മനസ്സിലായോ? ഇത് സാധാരണക്കാരുടെ ഫണ്ടാണ്. പബ്ലിക്കിന്റെ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കുന്ന ഹാർഡ് എന്തായിട്ടുള്ള പണം തിന്ന് ടാക്സ് കൊടുക്കുന്ന ഫണ്ടാണ്. അപ്പോൾ ഇത് ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതലായിട്ട് ഫണ്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ the benefit will go to the rich than the poor. The funds are that transferred from the poor to rich, since the amount that could be spent on poor gets reduced. അപ്പോൾ IMF-ന്റെ വേൾഡ് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് സബ്സിഡി ഈ ഹയർ മേഖലയിൽ കുറക്കുക. ആവശ്യമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷനിലും സെക്കൻഡറി എഡ്യൂക്കേഷനിലും വേണമെങ്കിൽ കൊടുക്കാം. കാരണം അതാണ് ഒരു ബേസ്, കുട്ടികൾക്ക് ഒരു ബേസ് ഉണ്ടാകുന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ബേസ് ഉണ്ടാകുന്നത് അവിടെയാണ്. പക്ഷെ ഹയർ എഡ്യൂക്കേഷൻ മീൻസ് they should be asked to pay according to their ability. അതിനെ പറഞ്ഞത് പ്രോഗ്രസീവ് സിസ്റ്റം എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രോഗ്രസീവ് സിസ്റ്റം ടു ഈച്ച് വൺ അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി. നമ്മുടെ ഇന്ത്യയിൽ പ്രോഗ്രസീവ് സിസ്റ്റം ഓഫ് ടാക്സേഷൻ ആണ്, മനസ്സിലായോ? പ്രൊപ്പോർഷണൽ അല്ല. പ്രോഗ്രസീവ് മീൻസ് വരുമാനം കൂടുന്നതനുസരിച്ച് ടാക്സിന്റെ റേറ്റും കൂടും. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ടാക്സ് ആണ്. പ്രൊപ്പോർഷണൽ,
എല്ലാവരും വരുമാനം കിട്ടുന്ന ഓരോ ശതമാനം ഇത്ര ശതമാനം വെച്ച് കൊടുക്കുക. ഇപ്പോൾ 100 രൂപ കിട്ടുന്നതിന് 1000 രൂപ കിട്ടുന്നതിന് അവന് കിട്ടുന്നതിന് നിശ്ചിത ശതമാനം വെച്ച് കൊടുക്കുക. 5% 5% കൊടുക്കുക. അപ്പോൾ 100 രൂപ കിട്ടുന്നവൻ 5 രൂപ കൊടുക്കണം. 1000 രൂപ കിട്ടുന്നതിന് 50 രൂപ കൊടുത്തേച്ചാൽ മതി. പക്ഷെ 100 രൂപ കിട്ടുന്നതിന്റെ 5 രൂപയ്ക്ക് വിലയുണ്ട്. മനസ്സിലായോ? അപ്പൊ 5% നേരെ മറിച്ച് പ്രോഗ്രസീവ് മീൻസ് വരുമാനം കൂടുന്നതനുസരിച്ച് ടാക്സ് കൂടി കൊടുക്കുകയും വേണം. ആൻഡ് ദർ ആർഗ്യുമെന്റ് പുട്ട് ഫോർത്ത് ബൈ ദ മാർക്കറ്റ് സപ്പോർട്ടേഴ്സ് ഈസ് ദാറ്റ് സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് എഡ്യൂക്കേഷൻ വുഡ് മേക്ക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഹയർ എഡ്യൂക്കേഷൻ ഫണ്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മൾ ഗവൺമെന്റിനെ തന്നെ ആശ്രയിക്കണം. അപ്പൊ അവൻ നമുക്കറിയാല ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും ആശ്രയിച്ചിട്ട് ഡിപ്പെൻഡന്റ് ആകുമ്പോൾ അവിടെ ബ്യൂറോക്രാസിയുടെ റോള് വരും. കറപ്ഷനും നെപ്പോട്ടിസവും ബ്യൂറോക്രാസിയുടെ റോളെല്ലാം വരും. അപ്പോൾ പ്രൈവറ്റ് റിട്ടേൺസ് ബീങ് ഹയർ ദാൻ ദ സോഷ്യൽ റിട്ടേൺസ്, ബെനിഫിഷ്യറീസ് വെയർ ബിലീവ്ഡ് ടു ബി വില്ലിംഗ് ടു പേ ഫോർ ദർ എഡ്യൂക്കേഷൻ. മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് വ്യക്തികൾക്കാണ്. ദെർഫോർ ആ ബെനിഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ അവരെ കൊണ്ട് കൂടുതലായിട്ട് പൈസ യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് ഫീസ് ഇടാക്കുക. ദാറ്റ് ഈസ് ഫോർ സ്റ്റേറ്റ് ഫണ്ടിങ് ഓഫ് അഡ്വക്കേറ്റ്സ്. The social returns are lower only for higher education, whereas for school education, there is a consensus that it should be regarded as a public good. അപ്പോൾ പബ്ലിക് ഗുഡ് ഉണ്ട്, മെരിറ്റ് ഗുഡ്സ് ഉണ്ട്. മെരിറ്റ് ഗുഡ്സ് മീൻസ് മനസ്സിലായി, പബ്ലിക് ഗുഡ്സ് മീൻസ് എനിബഡി ക്യാൻ യൂസ് ദാറ്റ് പബ്ലിക് ഗുഡ്സ്. പക്ഷേ പബ്ലിക് പാർക്ക് ഉണ്ട്. നേരെ മറിച്ച് മെരിറ്റ് ഗുഡ്സ് ഉണ്ട്. ദാറ്റ് മെരിറ്റ് ഗുഡ്സ് ക്യാൻ ബി ഹാഡ് ഓൺലി ബൈ പേയിങ് എ സ്പെഷ്യൽ ഫീസ്. ഇപ്പൊ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അവിടെ കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കും, പക്ഷേ പേരൻസിന് അവിടെ ഫീസ് കൊടുക്കും. മനസ്സിലായോ? തിയേറ്ററിൽ ഇപ്പോൾ സിനിമ കാണണോ, ദാറ്റ് ഈസ് എ മെരിറ്റ് ഗുഡ്. ദാറ്റ് മീൻസ് അൺലെസ് ആൻഡ് അൺടിൽ യു പേ ഫോർ ദാറ്റ് ഗുഡ് യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. ഇനി ഏത് വസ്തുവും ഇക്കണോമിക്സിൽ ഒരു ചെല്ലുണ്ട്. കാരണം ഒരു വസ്തു ഒരുത്തന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഒരു വിലയുണ്ടാവും. മനസ്സിലായോ? വീട്ടിൽ ചിലപ്പോൾ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടാവും, പിന്നെ പപ്പായ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ആഞ്ഞിലിച്ചക്ക ഉണ്ട്. ഇറ്റ് ഈസ് ബിക്കം എ ഫാഷൻ. ആഞ്ഞിലിച്ചക്ക ഞാൻ പെട്ടി വണ്ടിക്കകത്ത് കൊണ്ടു നടക്കണേ വിൽക്കാനായിട്ട്. പല വീടിന്റെ അവിടെ ഇത് സാധനം അങ്ങനെ തന്നെ വീട് കിടക്കണേ. ദേ ഡോണ്ട് വാണ്ട്. പറഞ്ഞ മനസ്സിലായ? അവിടെയുള്ള വീട്ടിലുള്ള ഫാഷൻ ഫ്രൂട്ട് പറിക്കില്ല, അത് അങ്ങനെ നശിച്ചു പോകും. എന്നിട്ട് കടയിൽ നിന്ന് ലുള്ളുന്ന് പോയി മേടിച്ചിട്ട് പോകും. പപ്പായ ഉണ്ടാവും, അത് കാക്ക കുത്തും, എന്നിട്ട് കടയിൽ നിന്ന് വലിയ ആനനെ പോലത്തെ പപ്പായ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് നമ്മുടെ ലൈഫ്. അത് ആ ടൈപ്പാണ്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഇറ്റ് ഷുഡ് ബി റിഗാർഡഡ് ആസ് എ പബ്ലിക് ഗുഡ്. പ്രത്യേകിച്ച് പ്രൈമറി ആണ് ഇത്. നേരെ മറിച്ച് ബിസൈഡ്സ് ദാറ്റ് ദ സൊസൈറ്റി ഇംപ്രൂവിങ്, സിൻസ് ദ ഗവൺമെന്റ് ഈസ് കൺസിഡേർഡ് വൈസർ ഇൻ മേക്കിംഗ് സച്ച് ഡിസിഷൻസ്, ഫണ്ട് മനസ്സിലായോ, എൻറോൾമെന്റ് അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് ദോസ് ഹു ആർ മെറിറ്റോറിയസ് ബട്ട് ലാക്ക് റിസോഴ്സസ് വുഡ് ബി ലെഫ്റ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ ഈ മെറിറ്റ് ഗുഡായിട്ട് നമ്മൾ ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ചില ഇപ്പോൾ പാവപ്പെട്ട വീട്ടിൽ ചില കുട്ടികളുണ്ടാകും, കാരണം അവർക്ക് മീൻസ് ഇല്ല. ബാങ്ക് ലോൺ പോലും കൊടുക്കുക. ഇപ്പൊ ബാങ്ക് ലോണൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ബാങ്ക് ലോണൊക്കെ കൊടുക്കുന്നത് നമുക്കറിയാം, അവിടെ ചെല്ലുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. 2000 നോട്ട് മാറാനായിട്ട് RBIയുടെ ഗവർണർ ശക്തികാന്ത് ദാസ് പറഞ്ഞു, നിങ്ങളുടെ ബാങ്കിൽ ചെന്നേച്ച മതി, ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും മാറ്റാം. അപ്പൊ പറഞ്ഞേ, അപ്പൊ അങ്ങോട്ട് ഇന്നത്തെ പേപ്പർ ഞാൻ കംപ്ലീറ്റ് വായിച്ചില്ല, അങ്ങോട്ട് പിന്നെ എന്തോ ഫീസ് കൊടുക്കണം നോട്ട് മാറ്റണം വേണ്ടി. ബാങ്കിന് ഒരു വരുമാനം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത്രയും വലിയ ബാങ്കിങ് സ്റ്റാഫിനെ വെച്ച് ഇരുന്നുകൊണ്ട് ഈ ആളുകളുടെ പഴയ 2000 നോട്ട് മാറി എടുക്കാൻ നിന്നിട്ട് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേ. മനസ്സിലായോ? ഇതെല്ലാം വെൽ സെഡ് ദാറ്റ് ഡൺ, വെൽ സെഡ് ദാറ്റ്. സോ ഇൻ ഓർഡർ ടു മീറ്റ് ദ, അപ്പോൾ പല മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഇപ്പം താഴേക്കിടയിൽ കിടക്കുന്ന കുട്ടികൾ, അവർക്കൊന്നും ഉന്നത മേഖലയിലോട്ട് പഠിക്കാൻ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ഇൻ ഓർഡർ ടു മീറ്റ് ദ എൻഡ്സ് ഓഫ് ഈക്വിറ്റി, ഈക്വിറ്റി മീൻസ് സമത്വം, market proponents argued that access to education loan could be improved. So നമുക്കറിയാം എഡ്യൂക്കേഷൻ ലോൺ നമുക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇത് ഹ്യൂമൻ ക്യാപിറ്റൽ ഇല്ലായിരിക്കാം. വിൽ എ ചൈൽഡ് ഫ്രം പുവർ ഫാമിലി ടേക്ക് എ എഡ്യൂക്കേഷൻ ലോൺ ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ കോളേജ് ബിഗിൻ വിത്ത് എ ഡെറ്റ് ബർഡൻ. കോളേജിന്റെ ഇത് അവസാനിക്കുമ്പോൾ കുട്ടിക്ക് ജോലി കിട്ടണമെന്നില്ല. സാധാരണ വിദ്യാഭ്യാസം എടുക്കുന്ന ഒരു കുട്ടിക്ക് ജോലി കിട്ടണമെന്നില്ല. ജോലി കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലായ ആ ഫാമിലിക്ക് പിന്നെ ഒരു ഡെറ്റാണ്, ഒരു ബേർഡൻ ആയിട്ടാണ് വരുന്നത്. ഈ
എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് മനസ്സിലായോ? നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക. നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചടച്ചാൽ മതി. പക്ഷെ ജോലി കിട്ടുന്നില്ല. മനസ്സിലായോ? പലപ്പോഴും ബാങ്കുകൾക്ക് ഈ എമൗണ്ട് ഒക്കെ കിട്ടാക്കടമായിട്ട് എഴുതി തള്ളേണ്ടി വരും. വിൽ ഇറ്റ് ബി പ്രോഗ്രസീവ്? വിൽ ഇറ്റ് ബി പ്രോഗ്രസീവ്? എന്താണ് ലോൺസ്? എന്താണ് അപ്പോൾ will a child from a poor family take educational loans and at the end of the college begin with a debt burden? അപ്പോൾ that becomes also very very difficult. കാരണം എന്താണ് ജസ്റ്റേഷൻ പീരീഡ്? എന്താണ് ജസ്റ്റേഷൻ പീരീഡ്? നേരത്തെ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കും അറിയാം. ജസ്റ്റേഷൻ പീരീഡ് ഒരു പ്രസ്ഥാനം ഇന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ എൻ്റെ ഒന്നും ഉൽപ്പാദനം വരില്ല. ചിലപ്പോൾ ജസ്റ്റേഷൻ പീരീഡ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു പാലം ഗവൺമെന്റ് പണിയണേ ജസ്റ്റേഷൻ പീരീഡ് 3 വർഷം കഴിയുമ്പോഴേക്കും പാലം ചിലപ്പോൾ പബ്ലിക്കിന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഈ 3 വർഷക്കാലത്തെ ഗവൺമെന്റ് പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കണം പാലം പണിയുന്നതിന് വേണ്ടി. ദാറ്റ് പീരീഡ് ഈസ് നോൺ ആസ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ therefore ഈ factors that constrain both for availing such loans by the individuals and also the institutions from advancing loans. അത് കാരണം പലവരും അഡ്വാൻസ് ചെയ്യുന്നില്ല. Education loans to the poor people did not serve as an objective of inclusion and equity. കാരണം എഡ്യൂക്കേഷൻ ലോൺസ് കൊടുത്തുകൊണ്ട് രാജ്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ സമത്വം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു വേണ്ട. കാരണം എന്താണ്? വിദ്യാഭ്യാസ ലോൺ സാധാരണ ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് എടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. നേരെ മറിച്ച് സമ്പന്നമായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് അവർക്ക് അല്ലാതെ തന്നെ വിദ്യാഭ്യാസ ലോൺ എടുക്കാതെ തന്നെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിലും they will go in for educational loan. Then public expenditure in education, നമ്മൾ പറഞ്ഞു പബ്ലിക് ഗുഡ് ആയിട്ട് കണക്കാക്കുക. എലമെന്ററി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എന്താണ് secondary levels merits to be treated as public good. Public good means we need not pay anything at all. നേരെ മറിച്ച് higher education it should be considered as what is known as it should be considered as merit goods. That means merit goods means it will depend on the consumption of these merit goods should depend upon the ability to pay for these commodities. മനസ്സിലായോ? അപ്പോൾ ചിലവർ പറയുന്നത് ബോത്ത് പബ്ലിക് ആസ് വെൽ ആസ് മെറിറ്റ് ഗുഡ് എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ സംടൈംസ് റിഫർ ടു ആസ് പബ്ലിക് മെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. കാരണം ചില കൺസെഷൻസ് ചിലവർക്ക് കൊടുക്കണം. ഈക്വിറ്റി അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കണം. ഫീസ് കളക്ട് ചെയ്യുന്ന കാര്യത്തിന് ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കണം. പല സ്റ്റേറ്റുകളും അതനുസരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. ജാതിയുടെ അടിസ്ഥാനത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഫീസ് കൺസെഷനൊക്കെ കൊടുക്കുന്നുണ്ട്. Consumer ingredients, technical economies of scale, externalities, production and consumption, inherent imperfections, ഇതെല്ലാമാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇനി the decline in public expenditure in education in India is for reasons of fiscal constraints, whereby for elementary and secondary level more resources are allocated, but for higher education there is a shift towards force cost recovery. ഈ ഒരു സെന്റൻസ് വളരെ വളരെ പ്രധാനമായിട്ടാണ്. ഡിക്ലൈൻ ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എഡ്യൂക്കേഷൻ ചെലവാക്കുന്ന പൈസയുടെ തോത് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? ഇൻ ഇന്ത്യ ഈസ് ഫോർ റീസൺസ് ഓഫ് ഫിസ്ക്കൽ കൺസ്ട്രെയിൻസ്. ആവശ്യത്തിന് പണമില്ല, കമ്മി വരും. whereby for elementary and secondary level more resources are allocated, but for higher education there is a shift towards cost recovery. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ പോകുന്ന ആളുകൾ മനസ്സിലായി അത് എക്സ്പെൻസീവ് ആണ്. കോളേജ് ടീച്ചേഴ്സ് കോളേജൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ എക്സ്പെൻസീവ് ആണ്. അത് ഫീസായിട്ട് തന്നെ കുട്ടികൾ തന്നെ ഈടാക്കുന്നത്. ഏതോ ഒരു വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, IIM അവർ ഫീസ് കുറച്ചിട്ട് അവിടുത്തെ കുട്ടികൾ സമ്മതിച്ചില്ല. ഫീസ് കുറക്കാൻ പാടില്ല. ഇവിടെ ക്ലാമർ ചെയ്യുന്ന ഫീസ് കുറക്കാനാണ്. ഫീസ് അന്ന് ഞാൻ വായിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവർ പറഞ്ഞെന്താണ്, ഫീസ് കുറച്ചിട്ടുണ്ടെങ്കിൽ അർഹതയില്ലാത്ത പലരും ഇതിനകത്ത് കയറി വരും. അത് അവരുടെ ആർഗ്യുമെന്റാണ്. മനസ്സിലായോ? ഫീസ് കുറച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ അർഹതയില്ലാത്ത പല ആളുകളും കയറി വരും. ഇതിന്റെ ആ സ്ഥാപനത്തിന്റെ ക്വാളിറ്റി അതനുസരിച്ച് നഷ്ടമാകുകയും ചെയ്യും. അത് അവരുടെ ആർഗ്യുമെന്റാണ്. പക്ഷെ അവിടെ ഇക്വിറ്റി വരുന്നില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞു സ്മാർട്ട് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ കിടക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതേപോലത്തെ സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ അവർക്ക് പ്രവേശനം കിട്ടുകയില്ല. ഇനി the method of increasing fees has many variants.
ഒന്ന് യൂണിഫോം ഫീസ്. Following this fees, sometimes the methods followed under this method are following a discriminating fee structure, graduate tax and student loans. സ്റ്റുഡൻറ് ലോൺ എടുക്കുക, അതൊന്ന്. കാരണം എന്താണ്, ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു കോസ്റ്റ് റിക്കവർ ചെയ്യണം. ഫോളോയിങ് ഇൻ ഡിസ്ക്രിമിനേറ്റിംഗ് ഫീ സ്ട്രക്ചർ. ഡിസ്ക്രിമിനേറ്റിംഗ് ഫീ സ്ട്രക്ചർ മീൻസ് ഒരേ ഫീ സ്ട്രക്ചർ അല്ലാതെ, മനസ്സിലായോ, ജാതിയുടെയോ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആളുകൾക്കെല്ലാം ഇത് നമുക്കറിയാം. പിന്നെ കേരളത്തിൽ മനസ്സിലായോ, പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഫീസ് കൺസെഷൻ കൊടുക്കുന്നുണ്ട്, ചിലവർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അവരുടെ മേഖലയിൽ വിദ്യാഭ്യാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ടാക്സ്. ഈ എംപ്ലോയേഴ്സ് ഈ ഗ്രാജുവേഷൻ നടത്തി വരുന്ന പിള്ളേരെ ഇവിടെ ചെയ്യുമ്പോൾ ഒരു ഗ്രാജുവേഷൻ ടാക്സ് എടുക്കണം. കാരണം എന്താണ്, അവർ ഒന്നും ചെയ്യുന്നില്ല. ഈ കുട്ടികളെ സ്കിൽഡ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എംപ്ലോയേഴ്സ് ഒരു പൈസയും ചെലവാക്കുന്നില്ല. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് പൈസ ഈടാക്കുക, ദാറ്റ് ഈസ് നോൺ ആസ് ഗ്രാജുവേഷൻ ടാക്സ്. പക്ഷെ ഇതിനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ്. ഗ്രാജുവേഷൻ ടാക്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ ഗ്രാജുവേഷൻ അല്ലാത്ത ആളുകൾ അവർ സെലക്ട് ചെയ്യും. ഇഷ്ടംപോലെ കംപ്ലീഷൻ നടത്തിയൊക്കെ പിള്ളേരുണ്ട്, ഗ്രാജുവേഷൻ കംപ്ലീറ്റ് പാസ്സായിട്ടില്ല, അവരൊക്കെ എടുക്കും. മനസ്സിലായോ? ഇതന്നെ എന്തിനാണ്, ഗ്രാജുവേഷൻ ടാക്സിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഗ്രാജുവേഷൻ ടാക്സ് മെത്തഡ് ലെവിസ് എ ടാക്സ് ഓൺ ദ എംപ്ലോയേഴ്സ് എംപ്ലോയിങ് എഡ്യൂക്കേറ്റഡ് വർക്കേഴ്സ്. ദാറ്റ് മീൻസ് എന്താ കാരണം, എംപ്ലോയേഴ്സ് ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് സച്ച് എഡ്യൂക്കേറ്റഡ് പേഴ്സൺസ് ദേ ദെംസെൽവ്സ് ഡു നോട്ട് പേ ഫോർ ദ ട്രെയിനിങ്. അവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല അല്ലേ? വിദേശ കമ്പനികൾ, വൻകിട കമ്പനികൾ, മനസ്സിലായോ, കോടികൾ ശമ്പള പാക്കേജ് കൊടുത്ത് ഇവിടുന്ന് എടുത്തിട്ട് പോകുമ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ ഒരു ഗ്രാജുവേഷൻ ടാക്സ് കൊടുക്കണം. ഈ കുട്ടികളെ ഇവിടെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ചിലവാകുന്ന പൈസ ആര് കൊടുക്കും? ഇന്ത്യയിൽ അവരുടെ സേവനം കിട്ടുന്നില്ല. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഗുണമില്ല. അവരുടെ സേവനങ്ങളെല്ലാം ഇപ്പം ഇന്ന് രാവിലെ കണ്ട് ആമസോൺ കുറേ IITs ആൻഡ് IIMs നിന്നൊക്കെ ഉള്ള കുട്ടികളെ പിന്നെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് പറഞ്ഞാൽ ഡിലേ ചെയ്യാൻ പറഞ്ഞു. ജോയിനിങ് പീരീഡ് കുറച്ച്, കാരണം ആമസോൺ കുറച്ച് ആളുകളെ പറഞ്ഞു വിടണേ. അപ്പൊ അവരുടെ ജോയിനിങ് ടൈം ഡിലേ ചെയ്തുകൊണ്ടിരിക്കണേ, ഇൻഡെഫിനിറ്റ് ആയിട്ട് ഡിലേ ചെയ്തുകൊണ്ടിരിക്കണേ. സ്റ്റുഡൻറ് ലോണിനൊക്കെ. ദെൻ ഡയറക്റ്റ് ബെനിഫിറ്റ് സ്കീം, ഇതൊക്കെ നിങ്ങൾക്കറിയാം. Direct benefit transfer. It is pointed out that teachers would have to focus more on attracting, retaining, and then giving quality education. That is the responsibility of the teachers. Towards implementing the direct benefit transfer, the government is contemplating school consolidation. School consolidation എന്താണ്? കുറേ സ്ഥലങ്ങളിൽ എക്സസ് ടീച്ചേഴ്സ് ഉണ്ട്, കുറേ സ്ഥലങ്ങളിൽ എക്സസ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് എന്ത് ചെയ്യുക, സ്കൂൾ കൺസോളിഡേഷൻ മീൻസ് ചെറിയ ചെറിയ സ്കൂളുകളൊക്കെ മെർജ് ചെയ്ത് വലിയ സ്കൂളാക്കുക. അപ്പോൾ ചില സ്കൂളുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഒരു കുട്ടി 2 കുട്ടികളുണ്ട്, പക്ഷേ ഒരു ടീച്ചർ വേണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുമ്പോൾ സ്കൂളുകളൊക്കെ മെർജ് ചെയ്യുക. മെർജ് ചെയ്തതിന് ശേഷം, മനസ്സിലായോ, ടീച്ചേഴ്സിൻ്റെ ഇതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ഫോക്കസ് കൊടുക്കുക, റീറ്റെയിൻ ചെയ്യുക, ദെൻ ഗിവിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് ചെയ്യുക. മെനി കൺട്രീസ് redeploying teachers from the overenrolled schools to under-enrolled schools. ടീച്ചേഴ്സിനെ തന്നെ ഇത് ചെയ്യുക, റീഡിപ്ലോയ് ചെയ്യുക. നടക്കുന്നുണ്ട് പല സ്ഥലത്തും. കാരണം എക്സസ് ടീച്ചേഴ്സ് വന്നു, പല സ്ഥലത്തും ഡിവിഷൻസ് പോയി. ടീച്ചേഴ്സൊക്കെ എക്സസ് ആയിട്ട് വെറുതെ ശമ്പളം മേടിച്ചിട്ടിരിക്കുക, എല്ലാ ദിവസവും രാവിലെ കൊടുത്തിരിക്കും പോകും, വൈകുന്നേരം തിരിച്ചു വരും. പ്രീ ഡിഗ്രി, ടേക്ക് ഇറ്റ് ഫ്രം മീ, ഐ വിൽ ടെൽ യു എ ഫാക്ട്. പ്രീ ഡിഗ്രി ഇത് ചെയ്തപ്പോൾ ഏകദേശം 91 ഇതായി, 95, 96, 98 പ്രീ ഡിഗ്രി ഡീലിംഗ് ചെയ്തു. അതിനുശേഷം 2010 എനിക്ക് പരിചയമുള്ള ഒരു സാറ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തു. ആ കോഴ്സ് പ്രീ ഡിഗ്രി പോയപ്പോൾ ആ കോഴ്സ് അവിടെ ഇല്ലാതെയായി പോയി. 12 വർഷം വെറുതെ ഇരുന്നു കൊണ്ട് ഒരു സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ശമ്പളം മേടിച്ചു. അവസാനം ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ ബോറടിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്ത് ചെയ്തു, കോളേജിൻ്റെ ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, പ്രത്യേകിച്ച് നാക്കിൻ്റെ പ്രിപ്പറേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. കാരണം മേടിക്കുന്ന പണത്തിനോട് ഒരു കൂട് കാണിക്കും. മനസ്സിലായി? അപ്പം അത് അങ്ങനെ വരുമ്പോൾ എക്സസ് ആയിട്ടുള്ള അല്ല വെറുതെ ഇരിക്കുന്ന സാറന്മാരൊക്കെ ഇതുപോലത്തെ കോഴ്സ് നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ആദ്യമൊക്കെ തന്നെ വലിയ ഒരു ഇതുണ്ടാവും,
റെസിസ്റ്റൻസ് ഉണ്ടാകും, യൂണിയൻ കാര്യത്തിനൊക്കെ വലിയ റെസിസ്റ്റൻസ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി നിങ്ങൾ പറയുക, ഗവൺമെൻറ് പറയുക ശമ്പളം വേണോ, ഇത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കുക. ഇനി അടുത്തത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ഓക്കെ, ഹെൽത്ത് നമുക്കറിയാം, ഹെൽത്ത് ഈസ് വെൽത്ത്. എല്ലാം ഇറ്റ്സ് എ കോമൺ സേ. ഹെൽത്ത് ഇല്ലേ നമ്മുടെ വെൽത്തും പോകും. വാട്ട് എവർ വി ഏൺ, today we were actually discussing, lot of people are working abroad. പക്ഷെ അവരുടെ ഓൾഡ് ഏജിൽ അവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ആർ കമ്മിങ്, 99% of them are coming with serious illness. So whatever they have earned abroad, they are forced to spend it for their health care. അപ്പോൾ ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യം ഉണ്ടെങ്കിൽ വെൽത്താണ്. ആരോഗ്യം വാട്ട് എവർ വി ഹാവ് ഏൺഡ് ഇറ്റ് വിൽ ബി ആക്ച്വലി ഉസർബ്ഡ് ബൈ, തട്ടിപ്പറിക്കും ബൈ ദ സോ കോൾഡ് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്. നമ്മൾ പറയാം ഹ്യൂമൻ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗുഡ് ഹെൽത്ത്, ന്യൂട്രീഷൻ, ദേ ആർ ഇൻവാല്യുബിൾ ഇൻ ദെയർ കോൺട്രിബ്യൂഷൻസ് ടു ഇൻഡിവിജ്വൽ ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഇനി മാൽ ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം ഇൻഫെക്ഷൻ അടിക്കാൻ സാധ്യതയുണ്ട്. ഡിലേഡ് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്തായിരിക്കും. ഡിസീസ് ഉണ്ടാകും, ബേർഡിനോ പല പല അസുഖങ്ങൾ വരും. ദെൻ മോർബിഡിറ്റി. ലൈഫ് സ്പാൻ ഇൻ കേരള ഈസ് വെരി ഹൈ. നമ്മൾ പറഞ്ഞു ലൈഫ് സ്പാൻ ഇപ്പം എത്രയാണ്? 72, 76, 80 വയസ്സൊക്കെ ലൈഫ് സ്പാൻ, ആവറേജ് എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ്. ബട്ട് യു ഗോ ടു എനി ഹോസ്പിറ്റൽ, മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ദ ബെഡ്സ് ആർ കംപ്ലീറ്റ്ലി ഫുൾ. അപ്പോൾ മോർബിഡിറ്റി മീൻസ് അസുഖം വരാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. പക്ഷെ ബീങ് എഡ്യൂക്കേറ്റഡ് വി ഗോ ടു ദ ഹോസ്പിറ്റൽസ് ടു ടേക്ക് മെഡിക്കൽ കെയർ. അപ്പോൾ മോർബിഡിറ്റി ഭയങ്കര കൂടുതലുള്ള. സോ മാൽന്യൂട്രീഷൻ ഇൻക്രീസസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പോൾ പല ഡെവലപ്പിംഗ് കൺട്രീസിലും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും നമുക്ക് ക്രോണിക് പ്രോബ്ലം ഉണ്ട്. ദാറ്റ് ഈസ് ഇൽ ഹെൽത്ത്, with India being at a very low position in respect of health and nutrition ranking. എന്താണ് ഹെൽത്ത്? കൺസെപ്റ്റലി ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ ഫ്രീഡം ഫ്രം ഇൽനെസ്. പനിയാണെങ്കിൽ വി ആർ ഹെൽത്തി അല്ല. സോ അസുഖങ്ങളില്ലാത്ത അവസ്ഥയാണ് നമ്മൾ പറയുന്നത് ഹെൽത്ത് എന്ന് പറഞ്ഞപ്പോൾ. എംഫിരിക്കലി നമ്മൾ പറഞ്ഞത് ഇൻ ടേംസ് ഓഫ് ഇൽനെസ് പ്രിവെയിൽസ് റേറ്റ്സ് ആൻഡ് ഫങ്ഷണൽ ഡിസബിലിറ്റി മെഷേഴ്സ്. എ പേഴ്സൺ ഈസ് കോൾഡ് ഹെൽത്തി വെൻ ഹി ഓർ ഷി ഹാസ് എ വെരി ലോ ഇൽനെസ്, prevalence rate and no functional disability. മറ്റ് ഒരു ഡിസബിലിറ്റീസ്, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. നേരെ മറിച്ച് ന്യൂട്രീഷൻ എന്താണ്? ഇറ്റ്സ് എ മെഷർമെന്റ് ഓഫ് നറിഷ്മെന്റ്. എന്താണ്? the process through which the body absorbs the required amount of nutrients contained in the food that we want. നമ്മൾ ആഹാരം കഴിക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുമെങ്കിൽ വി ആർ ആക്ച്വലി ന്യൂട്രീഷൻ ആണ് നമ്മൾ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് നറിഷ്മെന്റ്. ഇനി മെഷർമെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കൺസെപ്റ്റ്സ് മനസ്സിലായോ? ചില പ്രധാനപ്പെട്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ സാധിക്കും? മെഷർമെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കൺസെപ്റ്റ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് നോൺ ആസ് ദ ഇൻഫന്റ് മോർട്ടാലിറ്റി. നമുക്കറിയാം ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ബാക്ക്. വാട്ട് ഈസ് ഇൻഫന്റ് മോർട്ടാലിറ്റി? അതായത് ഒരു പ്രോബബിലിറ്റി ഓഫ് എ ന്യൂ ബോൺ ചൈൽഡ് ഇസ് ദാറ്റ് ബിഫോർ ഇറ്റ് ഈസ് ഫസ്റ്റ്. ഒരു വർഷത്തിന് മുമ്പ് മരണം സംഭവിക്കുന്ന റേറ്റിനെ നമ്മൾ പറഞ്ഞത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നോക്കിയ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 1992, 93, 97 ഇതെല്ലാം ഗണ്യമായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഡെത്ത് റേറ്റ് കാര്യമായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ മറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റിൽ എന്താണ് 92 ഇതായിരുന്നു, 88 530 ഇതെല്ലാം ഗണ്യമായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ദെൻ അണ്ടർ 5 mortality means 5 വയസ്സിൽ, this is also ഒരു ചൈൽഡ് മോർട്ടാലിറ്റിയാണ്. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഡൈയിങ് between the 1st and the 5th birthday, and that is measured as the number of deaths per 1000 per year. 5 വയസ്സിന് താഴെ 1000 കുട്ടികളിൽ 5 വയസ്സിന് താഴെ എത്ര കുട്ടികളാണ് മരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ് മീൻസ് എന്ന് പറയുന്നത്. According to the World Health Organization, world over, nearly 9 million children die before their 5th birthday. കാരണം എന്താണ്? മരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒന്ന് ന്യൂമോണിയ,
ഡയറിയ, വയറിളക്കം ആൻഡ് മാൽന്യൂട്രീഷൻ. ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡില്ല. ദെൻ നിയോനാറ്റൽ മീൻസ് പ്രസവിച്ചിട്ട് 1 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ the probability of dying in the first month or within the first 28 days of life of an infant after birth. ഇതിനെ പറയുന്നത് നിയോനാറ്റൽ. 1 മാസത്തിനുള്ളിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അതിനെ പറയുന്നത് നാറ്റൽ റേറ്റ് ആണ് എന്ന് പറയുന്നത്. യൂണിസെഫിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് 19 deaths per 1000 live births in 2015 ഉണ്ട്. ഇനി പോസ്റ്റ് നാറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, അതായത് 28-നും 365 ദിവസവും. This is the difference between infant and neonatal mortality. That is the number of newborns dying. 28 ദിവസത്തിനും 365 ദിവസത്തിനിടയ്ക്ക് മരിക്കുന്ന കുട്ടികളുടെ എണ്ണവും ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെസിഡൻസ് ലൈഫ് ബേർഡ്സ് ഇൻ ദ സെയിം ഇയർ. ഒരു ഏരിയയിൽ നമ്മൾ പറയുന്നത് എത്രയാണ്? The value is multiplied by 100 to indicate the mortality rate of 100 live births. Maternal mortality rate means സ്ത്രീകൾ പ്രസവ സമയത്ത്. This refers to the number of women who die as a result of the childbirth and pregnancy related complication per 1 lakh. Per 1000 അല്ല, per 1 lakh live births. The Indian Scenario Health Center above indicators 7.1 നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അക്രൂഡ് ഡെത്ത് റേറ്റ്, ഓൾ ദീസ് തിങ്സ്. ഇനി മാൽന്യൂട്രീഷൻ മേ ബി ഓവർ ന്യൂട്രീഷൻ ഓർ അണ്ടർ ന്യൂട്രീഷൻ. അണ്ടർ ന്യൂട്രീഷൻ വരെ ഓവർ ന്യൂട്രീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചബിയായിട്ട് വളരെയായിട്ട് വണ്ണം വയ്ക്കുകയും ചെയ്യും. എന്താണ് ഇപ്പോൾ അണ്ടർ ന്യൂട്രീഷൻ മെഷേഴ്സ് ബൈ the indicators are underweight ഉണ്ടാവും, സ്റ്റണ്ടിങ് ഉണ്ടാവും. മതി സ്റ്റണ്ടിങ്, എല്ലാത്തിനോടും മടി, ഒരു കാര്യം ചെയ്യാനും ഉന്മേഷവും. That is known as stunting. And wasting എന്താണ്? Wasting represents the failure to receive adequate nutrition in the period immediately preceding the survey. എല്ലാ വർഷവും ഗവൺമെന്റ് സർവേ നടത്തുമ്പോൾ അതിനു മുമ്പ് നമുക്ക് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് എന്റെ വെയിറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും വെയിറ്റ് ഒന്നും കൂടിയൊന്നുമില്ല. അല്ലെങ്കിൽ നാളെ സർവേ വരുന്നുണ്ട്, അതാണ് ഭക്ഷണം കഴിച്ചു, ഇവിടം വരെ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അതിൻ്റെ ന്യൂട്രീഷ്യസ് ലെവൽ ഗണ്യമായിട്ട് വർദ്ധിക്കില്ല. അപ്പോൾ പ്രീവിയസ് ഇയറിൽ വേസ്റ്റിംഗ് represents the failure to receive adequate nutrition in the period immediately preceding the survey and is a sign of extent of malnourishment. Remember the result of എന്താണ് malnutrition വരുന്നത്? It may be the result of inadequate food intake, അല്ലെങ്കിൽ food intake or recent episode of illness causing loss of weight and onset of malnutrition. ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്കിപ്പോൾ അത്ര വലിയ ആവശ്യമില്ല. Okay, then this is very important. There are 2 popular measures to assess the health standard of people. What is the health standard of people? One, QALY and DALY. That is quality adjusted life year and disability adjusted life year. എന്താണ് quality adjusted life year means? It is a measure of disease burden which includes both quality and quantity of life lived. So QALY means it's a measure of എത്ര നാള് ജീവിച്ചിരുന്ന സമയത്ത് എത്ര നാള് അസുഖമുണ്ടായിരുന്നു. അതാണ് ഡിസീസ് ബർഡൻ വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്. അസുഖം വരുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിഗ്രേഡ് ചെയ്യും. അതുകൊണ്ട് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫ് സ്പാൻ അതനുസരിച്ച് ഗണ്യമായിട്ട് കുറയും. ദെൻ QAL മീൻസ് 1 year of perfect health. DALY measures how many years are lost due to ill health, disability and early death. So QALY, DALY, that is DALY, it is a disability adjusted. എത്ര വർഷം നമ്മൾ 65 വയസ്സോ 50 വയസ്സോ ജീവിച്ചപ്പോൾ എത്ര വർഷം നമുക്ക് അസുഖമായിട്ട് നമ്മുടെ ലൈഫ് വെറുതെ പോയി. Measures how many years are lost due to ill health, disability and early death. Therefore DALY shows the health loss and QALY shows the health gain. Health expenditure നമുക്കറിയാം, because of the aging, അല്ലേ?
Over the past century, worldwide expenditure on health has risen consistently. ഇന്ത്യയിലും അതുപോലെ തന്നെ GDP-യുടെ വളർച്ചയുടെ തോത് മനസ്സിലായോ 1.1% നിന്ന് 1.4% കൊണ്ട് നമ്മുടെ ഹെൽത്ത് എക്സ്പെൻഡിച്ചറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ദെൻ എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ? ഡിമാൻഡ് ഫാക്ടേഴ്സ് ഉണ്ട്, സപ്ലൈ ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു ഡിമാൻഡ് ഫാക്ടേഴ്സ് ഒന്ന് ഏജിങ് ആണ്. അപ്പോൾ പീപ്പിൾ വിൽ ഗോ ഫോർ ഹെൽത്ത് പിന്നെ ഹെൽത്ത് കെയർ മെഷേഴ്സിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകും. ദെൻ ഇൻകം, ജനങ്ങളുടെ ഇറ്റ് ഇസ് ജനറലി അഗ്രീഡ് ദാറ്റ് ദർ ഇസ് എ സ്ട്രോങ് പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പെർ ക്യാപിറ്റ GDP ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് സ്പെൻഡിങ്. നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പനി വന്നിട്ടുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കുച്ചുക്കും കുരുമുളകൊക്കെ ഇട്ട് വെള്ളം കുടിക്കും, തുളസിയിലിട്ട് വെള്ളം കുടിച്ച് നോക്കും, പനി പോകാൻ നോക്കും. ഇപ്പം അങ്ങനെയല്ല. പനി വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗോ ടു ദ നിയറസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ്. അത് ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നല്ല, ഈ ഗോ ടു നിയറസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ്. അവർ പറയും ബ്ലഡ് ചെക്ക് ചെയ്യും, അവിടെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഉപയോഗിക്കാൻ പറയും. ആൻഡ് ദേ വിൽ ചാർജ് യു വിത്ത് 5,000 rupees മിനിമം. 5 ദിവസത്തെ മരുന്നും തരും, ഒരു ആന്റിബയോട്ടിക്കും തരും, മറ്റേന്തെങ്കിലും തരും. മിനിമം ഒരു 3,000 rupees ആണ്. ബ്ലഡ് ചെക്ക് ചെയ്യണം, എക്സ്റേ എടുക്കണം, ചുമയുണ്ടെങ്കിൽ പിന്നെ അതുപോലത്തെ ഉള്ള പല പിന്നെ എക്യുപ്മെന്റും ഹോസ്പിറ്റലുണ്ട്. അതെല്ലാം അവർ നമ്മളെ കൊണ്ട് തന്നെ അവർ പൈസ ചിലവാക്കിക്കും. ദ ഇൻകം, പോസിറ്റീവ് റിലേഷൻസ്, ദെൻ സ്പ്രെഡ് ഓഫ് ഇൻഷുറൻസ് മാർക്കറ്റ്. കാരണം ഇൻഷുറൻസിന്റെ കവറേജ് ഉള്ളതാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുക. കാരണം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കുന്നില്ല. എവറി ടൈം ഐ ആം ആക്ച്വലി എവറി മന്ത് അല്ലെങ്കിൽ എവറി ഇയർ ഐ ആം സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി ഫോർ പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്. ആൻഡ് ദെർഫോർ വൈ ഷുഡ് ഐ നോട്ട് ഗോ? എന്തുകൊണ്ട് ഞാൻ പോയിക്കൂടാ? ഇനി അതൊരു സപ്ലൈ ഫാക്ടേഴ്സ്, സംടൈംസ് ഹെൽത്ത് സർവീസ്. ഇവിടെ പറഞ്ഞ സപ്ലൈ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംടൈംസ് ഹെൽത്ത് സർവീസ് സപ്ലയേഴ്സ് ക്രിയേറ്റ് ഡിമാൻഡ് ഫോർ ഹെൽത്ത് കെയർ. ഈ ഹോസ്പിറ്റൽസ് തന്നെ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഞാൻ പറഞ്ഞുകൊണ്ട് ദ ഹോൾ ബോഡി ചെക്കപ്പ്, ഇത്രയും വലിയൊരു മണ്ടത്തരം വേറെ ഇല്ല. അവിടെ ചെല്ലുമ്പോൾ അവർ പ്രധാനപ്പെട്ട വലിയ ഒന്നുണ്ട്, അതിൽ തന്നെ തല ചോറ് എല്ലാം തന്നെ എല്ലായിടത്തും ചെക്ക് ചെയ്യുമ്പോൾ ഹാർട്ട് ഇച്ചിരി വീക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ കുറച്ച് നമുക്ക് മരുന്ന് എടുത്തേക്ക് നമ്മൾ വെറും കൈയോടെ പോണ ആള് ഒരു പെട്ടി നിറച്ച് സൂട്ട് കേസ് നിറച്ച് പിന്നെ മരുന്നായിട്ട് ചിലപ്പോൾ തിരിച്ചവർ പറഞ്ഞു. അത് മാത്രമല്ല ഈ കൊടുക്കുന്ന മരുന്നുകൾ 5 ദിവസമോ 10 ദിവസമോ എടുക്കാനില്ല. വി ഹാവ് ടു ടേക്ക് ദാറ്റ് മെഡിസിൻ ടിൽ വി ഡൈ. ഭക്ഷണം കുറക്കാൻ പറയും, അത് തരണ്ട, ഇത് തിന്നണ്ട, അത് തിന്നണ്ട, ഇത് തിന്നണ്ട, ഇത് ചെയ്യാൻ പറയും. എന്ത് തിന്നാം? അവർ തരുന്ന ഗുളിക രാവിലെ ഒരു 10 ഗുളിക കഴിക്കുക. എല്ലാത്തിനും ഇപ്പൊ ബ്രിമ്മിൽ നിൽക്കണേണ്. BP, അതേപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ ബ്രിമ്മിൽ നിൽക്കണേണ്. അപ്പൊ അത് അടിച്ച് മോളിൽ കയറുന്നതിന് മുമ്പായിട്ട് മരുന്ന് കഴിക്കുക. ഈ ഒരു ഫാക്ടേഴ്സ്. കാരണം എന്താ, ഇത് ഹെൽത്ത് സർവീസ് സപ്ലയേഴ്സ് ആണ് ഹോസ്പിറ്റൽസ്. രണ്ടാമത് ജനറൽ ഇക്കണോമിക് ഗ്രോത്ത്. രാജ്യം വളരുമ്പോൾ ജനങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഗണ്യമായിട്ട് വർദ്ധിക്കും. വിച്ച് ഓൾസോ ഹാസ് ഇൻക്രീസ്ഡ് ദ അവൈലബിലിറ്റി ഓഫ് ഇൻക്രീസ്ഡ് മെഡിക്കൽ ടെക്നോളജി. ദെൻ സോഴ്സസ്. എന്താണ് സോഴ്സസ് ഓഫ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ? നമുക്കറിയാം പബ്ലിക് എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതായത് സ്റ്റേറ്റ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. ഇതിനെ പറഞ്ഞത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആണ്. നമ്മൾ സ്വന്തമായിട്ട് ഹോസ്പിറ്റലിൽ പോയി, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയോ അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ചിലവാക്കുന്നതിനെ പറഞ്ഞത് പിന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എന്ന്. പബ്ലിക് എക്സ്പെൻഡിച്ചർ കൺസിസ്റ്റ് ഓഫ് ഓൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഹെൽത്ത് ആൻഡ് ഫാമിലി. നമുക്കറിയാം മെഡിക്കൽ കോളേജസ്, ഹോസ്പിറ്റൽസ്, പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സബ്സിഡീസ് ഗിവൺ ബൈ ദ ഗവൺമെന്റ്. പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ്, ESI, ഗവൺമെന്റ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്സ്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഹെൽത്ത് എക്സ്പെൻഡിച്ചർ നമുക്കറിയാം ഇൻക്രീസ് ചെയ്യുന്ന എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നു, ഡെമോഗ്രാഫിക് ചേഞ്ച്, ഏജ്ഡ് പോപ്പുലേഷൻ കൂടി വരുന്നു. മൂന്നാമത് ഇൻക്രീസ് ഇൻ ക്രോണിക് ഡിസീസസ്. ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വന്നപ്പോൾ അതനുസരിച്ച് വ്യത്യാസവും വന്നിട്ടുണ്ട്. ദെർഫോർ ഏകദേശം 5 മടങ്ങാണ് ഹെൽത്ത് എക്സ്പെൻഡിച്ചറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ ഹാസ് ഇൻക്രീസ്ഡ് ഫ്രം 76% തൊട്ട് 90% വരെ 2012 എത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ നമുക്കറിയാം 49. ഓക്കെ, വിൽ സീ നെക്സ്റ്റ് ഡേ. താങ്ക് യു വെരി മച്ച്.